എൻ്റെ പേര് മിനി. ഞാൻ കുറവിലങ്ങാട്ട് നിന്ന് വരുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഈ ആൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യമാക്കുവാനായിട്ട് അവസരം തന്നതിന് ആയിരം നന്ദി ഞാൻ ആദ്യമായി അർപ്പിക്കുന്നു. ഞാനിവിടെ കഴിഞ്ഞ വർഷം ജാനുവരിയിലാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പല രോഗപീഠകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. തൈറോയ്ഡ് ഇഷ്യൂവിന് സർജറി ചെയ്തേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ സർജറിക്ക് മുമ്പാട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ പേരൻസ് പറഞ്ഞു. പക്ഷേ എനിക്കിവിടെ വരുവാനായിട്ട് സാധിച്ചില്ല. സർജറി കഴിഞ്ഞു. ജാനുവരി എൻഡായപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എങ്കിലും ഞാൻ പൂർണ്ണമായി ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നു. അവിടുത്തെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവിടെ ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുകയാണ്, നീ സർജറി ചെയ്തെങ്കിലും നിനക്ക് ഇനി ഒരു വലിയ മുഴയും ഒരു ചെറിയ മുഴയും കൂടെ നിൻ്റെ തൊണ്ടയിലുണ്ടെന്ന്. അപ്പോൾ തന്നെ എനിക്ക് ഞാൻ അപ്സെറ്റായിപ്പോയി. എങ്കിലും ഞാൻ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എന്നും ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, എല്ലാ ഉടമ്പടി ക്രമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഞാൻ തുടർന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ നിനക്ക് ഒരു സ്കാനിങ്ങും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ 2 മാസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ആ 2 മാസം കഴിഞ്ഞ് ഞാൻ അടുത്ത സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് പോയപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അമ്മേ മാതാവേ, എന്നെ കൈവിടലേ, ഇനിയൊരു സർജറി ചെയ്യുവാൻ എന്നെ അനുവദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നു. സ്കാൻ കഴിഞ്ഞു വന്നു. അപ്പോൾ അവർ പറയുകയാണ് ഒരു സീറ്റിംഗ് കൂടെ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. സീറ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നു, ഈ അൾട്രാസൗണ്ടിൽ പറഞ്ഞതുപോലെ CT സ്കാനിൽ ഒന്നും കാണുന്നില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, അമ്മേ നന്ദി, അമ്മേ സ്തുതിയും. എന്നിരുന്നാലും എനിക്ക് പലവിധ രോഗപ്രശ്നങ്ങൾ ഈ സർജറി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് കാൽസ്യത്തിൻ്റെ വേരിയേഷൻ അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഈ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ഇവിടെ വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി. ഇവിടുത്തെ ഡോക്ടറാണ്, ഇവിടെ എറണാകുളത്തുള്ള ലിസിയിലുള്ള ഡോക്ടറാണ് എന്നെ സർജറി ചെയ്തത്. അപ്പോൾ ആ ഡോക്ടറെ കണ്ടൊന്നുകൂടെ ഫോളോ അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു ഫുൾ ബോഡി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 21 ദിവസം തൈറോക്സിൻ കഴിക്കാതെ ഒരു ഫുൾ ബോഡി സ്കാനിന് വിധേയമായി. 2 ദിവസം മുമ്പാണ് ഞാൻ സ്കാൻ ചെയ്തത്. ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു രോഗത്തിൻ്റെ അംശമോ ഒരു കുഴപ്പമോ ഒരു മുഴയോ ഒരു സിസ്റ്റോ ഒന്നുമില്ല. അമ്മയ്ക്ക് മാതാവിനും 1000 കോടി ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അമ്മേ മാതാവേ, അമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് 1000 ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ആ മാസം മുതൽ എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു മാസത്തിൽ കിട്ടുന്ന ഒരു വിഹിതം ഞാൻ പാപങ്ങൾക്കായി എല്ലാ മാസവും അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നീട് എന്നോട് എക്സ്ട്രാ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും സഹായം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ കഴിയാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുക. അതാണ് എനിക്ക് കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ പത്രം ഇവിടുന്ന് ഞാൻ ആദ്യമായി വാങ്ങിച്ചത് എനിക്ക് വലിയ ഇതായിട്ട് കൊടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. ഇപ്പം ഞാൻ പത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. പിന്നെ എനിക്ക് ആത്മീയമായി കൂടുതൽ വളരുവാൻ എന്നെ സഹായിച്ചു കർത്താവ്. ഞാൻ ബൈബിളൊന്നും അങ്ങനെ ഒത്തിരി വായിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. കൊന്ത ചെല്ലും, എന്നാലും ഒത്തിരി അങ്ങനെ ആഴത്തിൽ ചെല്ലാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ എടുത്ത് അന്ന് മുതൽ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കുവാനും കൂടുതലായി ആത്മീയമായി വളരാൻ എന്നെ ഒത്തിരി സഹായിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 കോടി നന്ദി. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, അമ്മേ മാതാവേ നന്ദി. സങ്കീർത്തനങ്ങൾ 120:1. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. മിനി സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി തൈറോയ്ഡ് രോഗവിഷയവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഓപ്പറേഷന് ശേഷം മുഴകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും അത് കൂടുതൽ ക്ലേശകരമായ കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുവെന്ന അറിവും മെഡിക്കലി അതിൻ്റെ പരിശോധനകളും ആവശ്യപ്പെടുമ്പോഴാണ് അമ്മയുടെ കരങ്ങളിൽ ആ രോഗവിഷയങ്ങൾ മുഴുവനും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്
പ്രാർത്ഥിക്കുകയും അമ്മയുടെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി നേർത്തവസ്തുക്കളുടെ ഉടമ്പടി തൈലത്തിൻ്റെ സവിശേഷമായ ശക്തിയാൽ ആ രോഗക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും ആരോഗ്യം ലഭിക്കുകയും മെഡിക്കലി അത് സ്കാനിങ്ങിലൂടെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും നമ്മൾ ആകെ തകരുന്നു, നമ്മുടെ രോഗക്ലേശങ്ങളാൽ ആകെ വലയുന്നുവെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി അമ്മ മാതാവ് ഈശോയോട് വലിയ അതിശക്തമായ മാധ്യസ്ഥം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സൗഖ്യത്തിലേക്ക് സമാശ്വാസത്തിലേക്ക് നയിക്കുന്നത് നിരന്തരം അനുഭവിക്കുന്നത് കാണുവാനാവും. ഭാരങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ കൂടുതൽ ശുഭകരമായി മുന്നോട്ട് പോകും വിധം അതിൻ്റെ ആദികൾ വ്യാകുലതകൾ അത് മുഴുവനും എടുത്തു മാറ്റുന്നത് ഉടമ്പടി ജീവിതത്തിൽ നിരന്തരം നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഈ രോഗസൗഖ്യത്തിലൂടെ ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നതും. ഉടമ്പടി നേർച്ചവസ്തുക്കൾ സൗഖ്യപ്പെടുത്തുന്ന ഔഷധങ്ങളെന്ന ഉറപ്പോടുകൂടി അത് വിശ്വാസ പ്രയോഗത്തിൽ നാം ഉപയോഗിക്കുമെങ്കിൽ അത് നമുക്ക് ദൈവശക്തിയായും ദൈവത്തിൻ്റെ സൗഖ്യപ്പെടുത്തുന്ന ഔഷധത്തിൻ്റെ കൃപയായും നമുക്കത് മാറുകയും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം എന്നിവ നിരന്തരം അവരുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ അത് ദൈവാത്മാവിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താൽ അമ്മയുടെ സംരക്ഷണയാൽ സമയ ചുരുക്കത്തിൽ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നേടുന്നതിനെ എടുത്തെടുത്ത് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സഹോദരിക്ക് ലഭിച്ച ഈ രോഗസൗഖ്യത്തിനും സമാശ്വാസത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.